തിരുവനന്തപുരത്ത് ക്ഷേത്രത്തിൽ അതിക്രമം. കല്ലായി കാരമ്മൂട് നമ്പാടാണ് സംഭവം. ഇന്നലെ രാത്രിയായിരുന്നു അക്രമം. ഉത്സവത്തോടനുബന്ധിച്ചുള്ള ഗാനമേള അലങ്കോലപ്പെടുത്തി. സൗണ്ട് സിസ്റ്റവും മൈക്കും ബോക്സും അടിച്ചു തകർത്തു. കുപ്രസിദ്ധ ഗുണ്ട നന്ദുവിന്റെ നേതൃത്വത്തിലായിരുന്നു അക്രമം. ഈ അക്രമ സംഭവം തടയാൻ ശ്രമിച്ച തൊഴിലാളികൾക്ക് മർദ്ദനമേറ്റു. ആ ദൃശ്യങ്ങൾ ആദ്യം കാണാം. യെസ്, തിരുവനന്തപുരത്ത് ക്ഷേത്രത്തിൽ അതിക്രമം ഉണ്ടായിരിക്കുന്നു. കലാപരിപാടികൾ തടസ്സപ്പെടുത്തുകയും സൗണ്ട് സിസ്റ്റം ഉൾപ്പെടെ ഗുണ്ടാ നേതാവിൻ്റെ നേതൃത്വത്തിൽ അടിച്ച് തകർക്കുകയും ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ഇപ്പോൾ ഈ സൗണ്ട് സിസ്റ്റത്തിൻ്റെ ഉടമ സന്തോഷ് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ സന്തോഷ്, ശരിക്കും എന്താണ് ക്ഷേത്രത്തിൽ സംഭവിച്ചത്? ഈ അതിക്രമം നടത്താൻ ഗുണ്ടകളെ പ്രേരിപ്പിച്ചത് എന്താണ്? എന്തു പറഞ്ഞുകൊണ്ടാണ് അക്രമം തുടങ്ങിയത്? എന്താണ് ഇതിന്റെ പിന്നിലുള്ളതെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളുടെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് ഞങ്ങള് സൗണ്ട് സിസ്റ്റം എല്ലാം നമ്മുടെ വണ്ടിയിലേക്ക് കയറ്റുമായിരുന്നു. ആ സമയത്താണ് അപ്രതീക്ഷിതമായി വന്ന് ഇവര് ഞങ്ങളെ സ്റ്റാഫിനെ ഉപദ്രവിക്കുകയും നമ്മുടെ സൗണ്ട് സിസ്റ്റം മുഴുവൻ നശിപ്പിക്കുകയും ചെയ്തു. അതിനകത്ത് ഒരു പയ്യൻ ഹോസ്പിറ്റലായിരുന്നു. ശ്രീ സന്തോഷ്, അവിടെ പോലീസ് ഉണ്ടായിരുന്നില്ലേ? പോലീസ് വട്ടപ്പാറ സ്റ്റേഷനിലെ പോലീസ് വന്ന് അവര് വന്ന് അവരെല്ലാം പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയിരുന്നു. എല്ലാവരും പോയിട്ട് ഞങ്ങളുടെ സ്റ്റാഫ് മാത്രം അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അവരവിടെ നിന്ന് അവരുടെ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കാണ് ഇവരെ ആക്രമിച്ചത്. ഈ നന്ദു എന്ന ഗുണ്ടയുടെ നേതൃത്വത്തിലാണ് അക്രമം എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അതെ, നന്ദു എന്ന് പറയുന്ന നന്ദു എന്ന് വിളിക്കുന്ന അനുരാജ്, പുള്ളിയുടെ നേതൃത്വത്തിലാണ് അവിടെ ആക്രമിച്ചത്. ശരി 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 ശ്രീ സന്തോഷ്, എന്തായാലും തിരുവനന്തപുരത്ത് ക്ഷേത്രത്തിൽ അതിക്രമം ഉണ്ടായിരിക്കുകയാണ്. ശിവരാത്രിയോടനുബന്ധിച്ച് പരിപാടികൾ നടക്കുകയായിരുന്നു. ഗാനമേള തടസ്സപ്പെടുത്തുകയും പിന്നീട് ഈ ഗാനമേളയ്ക്കായി കൊണ്ടുവന്ന സൗണ്ട് സിസ്റ്റങ്ങൾ മുഴുവൻ തല്ലി തകർക്കുകയും ചെയ്തിരിക്കുന്നു. നന്ദു എന്ന ഒരു ഗുണ്ടാ നേതാവിൻ്റെ നേതൃത്വത്തിലാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ പ്രതികരിച്ചത് ആ സൗണ്ട് സിസ്റ്റത്തിൻ്റെ ഉടമ സന്തോഷാണ്. എന്തായാലും പോലീസിൻ്റെ ഭാഗത്തു നിന്നും കാര്യമായ നടപടികൾ ഉണ്ടായിട്ടില്ല. പോലീസ് നോക്കി നിൽക്കുകയാണ് ഈ അക്രമ സംഭവം നടന്നിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ.